കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ബങ്കർ മാർഗതടസ്സമാകുന്നതായി ജനങ്ങൾ. രാത്രിയുടെ മറവിൽ ആരും അറിയാതെ സ്ഥാപിച്ച ബങ്കർ എടുത്തു മാറ്റണമെന്ന് യാത്രക്കാരും വ്യാപാരികളും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും ആവശ്യപ്പെട്ടു. ഈ നിർമ്മിതിയുടെ ഉപയോഗത്തെക്കുറിച്ചും ജനങ്ങൾക്ക് സംശയമുണ്ട്. കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അശാസ്ത്രീയമായി സ്ഥാപിച്ച ബങ്കർ തലസ്ഥാനത്ത് നിന്ന് ഉടൻ നീക്കം ചെയ്യണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. രാത്രിയുടെ മറവിൽ ആരും അറിയാതെ പോലീസ് എയ്ഡ് പോസ്റ്റിന് തൊട്ടരികിലായി പ്ലൈവുഡ് ഉപയോഗിച്ച് സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിതി എന്തിനു വേണ്ടിയാണെന്ന് ആർക്കും അറിയില്ല. ഇത് എങ്ങനത്തെ ജന്തുവാണ്? ഇത് ബഗബഗ ജന്തുവാണ് ഡോറ. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നല്ലേ. എവിടെയുള്ളത്? സന്ദീപിന്റെ വീടിന്റെ അപ്പുറത്ത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരും വന്നു പോകുന്ന കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അവർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ ഫ്രണ്ടിലാണ് അപ്പം ഞാൻ നിൽക്കണേ. ഇതിൻ്റെ ബാക്കിൽ ഒരു ബങ്ക് ഇന്നലെ രാത്രി 10 മണിയായപ്പോൾ കടയടച്ച് ഞാൻ പോയാൽ അതിനുശേഷം ഇവിടെ കൂടെ സ്ഥാപിച്ചിരിക്കുന്ന ബങ്കാണ്. അത് ഒരു തരത്തിലും ഇതിൽ ആളുകൾക്ക് കൂടെ പാസ് ചെയ്യാനോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ സ്ഥലമുള്ളതല്ല. യാത്രക്കാർ വന്ന് ഇരുന്ന് കടന്നു പോകാനും AM റോട്ടിൽ വന്നിറങ്ങുന്ന ആളുകൾക്ക് ബസ് സ്റ്റാൻഡിലേക്ക് കയറുവാനുള്ള വഴി അടച്ചുണ്ടാക്കി വെച്ച ഈ ബങ്ക് എന്തിൻ്റെ പേരിലാണ് ആരാ സ്ഥാപിച്ചതെന്ന് അറിയാൻ പാടില്ല. ഏതാണെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഈ സാധനം ഇവിടെ നിന്ന് നീക്കി ഇവിടെ ഈ ആളുകൾ ഇത് സുഗമമായ യാത്രാ സൗകര്യങ്ങൾ ആളുകൾക്ക് യാത്രക്കാർക്ക് കയറാനുള്ള സൗകര്യം, അതുപോലെ കച്ചവടക്കാർ കടയുടെ മുമ്പിൽ കൂടുന്ന അങ്ങനെ രാത്രി കൂടുന്നൊരു ബങ്ക് അങ്ങനെ ഇടാനുള്ള ഒരു നടപടി എന്താണെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് അത് ഇവിടെ നീക്കം ചെയ്യേണ്ടതാണ്. നഗരസഭയുടെ അനുവാദത്തോടു കൂടിയാണോ ഇത്തരം നിർമ്മാണമെന്നും സംശയമുണ്ട്. സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് എൻക്വയറി ഓഫീസുമായി ബന്ധപ്പെടാനും ബങ്കർ തടസ്സമാവുന്നുവെന്ന് യാത്രക്കാരും വ്യാപാരികളും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും ഒരേ സ്വരത്തിൽ പറയുന്നു. ഇതിപ്പോ ഈ സ്റ്റാൻഡിൽ നടക്ക് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ആളുകൾക്ക് എല്ലാം നടക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലാണ് ഈ സംഭവം വെച്ചേക്കുന്നത്. ഇതുകൊണ്ട് ഇപ്പോൾ ആർക്കും ഒരു പ്രയോജനം, മറ്റുള്ളവർക്കൊരു പ്രയോജനവും ഇല്ല. ഒരു തടസ്സമാണത്. അതാണ് എനിക്ക് യാത്രക്കാരെന്ന നിലയ്ക്ക് പറയാനുള്ളൂ. ആയിരക്കണക്കിന് ആളുകൾ നിത്യവും വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിൽ തികച്ചും അശാസ്ത്രീയമായി ഇത്തരം നിർമ്മിതികൾ സ്ഥാപിക്കുന്നത് അനുവദിക്കാനാവില്ല എന്ന നിലപാടിലാണ് വ്യാപാരികൾ. ബങ്കർ ഉടൻ നീക്കം ചെയ്തില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും ജനങ്ങൾ അറിയിച്ചു. ഇന്ന് രാവിലെ ഇവിടെ ഒരു വഴിയിൽ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ടൊരു ബങ്കർ നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഇപ്പോൾ വൈകുന്നേരം രാവിലെയും 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്, ബസ് കയറാൻ വേണ്ടി നിൽക്കുന്നത്. യാത്രക്കാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു ബസ് സ്റ്റാൻഡാണിത്. ആ ബസ് സ്റ്റാൻഡിൽ യാതൊരു കൂടിയാലോചനകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഈ വഴി ആളുകൾ പുറത്തുനിന്ന് ബസ് ഇറങ്ങി കടന്നു വരുന്ന വഴിയിൽ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവം ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇന്ന് രാവിലെയാണ് പെടുന്നത്. അപ്പോൾ ഇത് വേണ്ടപ്പെട്ട അധികാരികൾ, മുനിസിപ്പാലിറ്റി എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ച് ഈ ബങ്കർ ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണം. കാരണം യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഇവിടെ കടന്നു പോകാൻ കഴിയുന്നില്ല. അതുപോലെ ബസ്സുകാരുടെ കാഴ്ച മറക്കുകയാണ്. തൊട്ടുപുറയിൽ തന്നെ ഞങ്ങളുടെ എൻക്വയറി ഓഫീസ്, ആയിരക്കണക്കിന് ആളുകൾ ബസ്സിൻ്റെ സമയം വന്ന് അന്വേഷിക്കുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ എൻക്വയറി പ്രവർത്തിക്കുന്നുണ്ട്. ആ എൻക്വയറി കാണാൻ കഴിയാത്ത രീതിയിൽ നിലവിൽ പോലീസിൻ്റെ ഹെഡ് പോസ്റ്റ്, KSRTCയുടെ എൻക്വയറി കൗണ്ടറൊക്കെ ഉള്ളപ്പോൾ വീണ്ടും ഒരു ബങ്കർ കൂടി സ്ഥാപിച്ചാൽ അത് വരുന്ന യാത്രക്കാർക്ക്, ഹൈറേഞ്ച് ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർക്ക് ഉൾപ്പെടെ സമയം ചോദിക്കാൻ അങ്ങോട്ട് കടന്നു വരാനൊന്നും കഴിയില്ല. മീഡിയ സിസ്റ്റി കോതമംഗലം.